ചിലപ്പോഴെങ്കിലും നമ്മളുടെ വാക്കുകൾ ഇരുതല മൂർച്ചയുള്ള വാളായി മാറും. ഇന്ന് മലയാള മനോരമയിൽ വന്ന ഒരു വാർത്ത, പേവിഷബാധ വാക്സിനുകൾ നിർമ്മാണത്തിലും വിതരണത്തിലും സൂക്ഷിപ്പിലും ശരിയായ താപനിലയിലല്ലേ സൂക്ഷിച്ചിരിക്കുന്നത്, അതാണോ ഈ ഫെയിലിയറിന് കാരണമെന്ന് വിദഗ്ധർക്ക് സംശയം തോന്നി എന്നുള്ള നിലയിൽ വാർത്തയുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഒരു ഫെയിലിയർ ഉണ്ടാകുമ്പോൾ എല്ലാ കാരണങ്ങളെക്കുറിച്ചും ആലോചിക്കേണ്ടതുണ്ട്. ഇക്കാരണം തീർച്ചയായിട്ടും വളരെ മുൻപിൽ തന്നെ നിൽക്കുന്നു. എങ്കിലും ഇതിൻ്റെ ഒരു മറുവശം, ഇവിടെ എല്ലാം കുത്തഴിഞ്ഞ നിലയിലാണോ, ഇവിടെ വാക്സിനുകളൊക്കെ ഈ രീതിയിലാണോ സൂക്ഷിക്കുന്നതെന്ന് ജനമനസ്സിലൊരു സംശയം ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ഇന്നത്തെ അവസ്ഥയിൽ നിന്നും വാക്സിനേഷനിൽ വളരെ പുറകിലേക്ക് പോയേക്കാൻ സാധ്യതയുണ്ട്. സത്യത്തിൽ അത്തരത്തിലുള്ള സംശയത്തിന് യാതൊരു കാര്യമില്ല. എന്തുകൊണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ ഒരു കാരണം 2022-25 മരണങ്ങൾ സംഭവിച്ചപ്പോൾ നമ്മൾ ആലോചിക്കുകയും അന്ന് വാക്സിനേഷൻ്റെ നിർമ്മാണ ഘട്ടത്തിലും ക്വാളിറ്റി അഷ്വറൻസ് നമ്മൾ നോക്കി ഫലപ്രാപ്തിയുള്ള വാക്സിനാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. അതിനിപ്പുറം നമ്മൾ ഈ 2025 തന്നെ നടന്നിട്ടുള്ളൊരു പഠനം, പബ്ലിഷ് ചെയ്യാനിരിക്കുന്ന പഠനമാണ് കൊല്ലത്ത് ഡോക്ടർ ചിന്തയുടെ 200ഓളം ആളുകളുടെ ബ്ലഡ് സാമ്പിളിലകത്ത് വാക്സിനേഷൻ കിട്ടി. അത് താലൂക്ക് തലത്തിൽ നിന്നും മെഡിക്കൽ കോളേജിൽ നിന്നും എല്ലായിടത്തു നിന്നും എടുത്ത ആൾക്കാർക്ക് പ്രൊട്ടക്റ്റീവ് ലെവലിലുള്ള ആൻറ്റിബോഡി ഉണ്ടായിട്ടുണ്ടെന്ന് തെളിഞ്ഞിട്ടുണ്ട്. അതായത് വാക്സിനേഷൻ്റെ വിതരണത്തിൽ എവിടെയെങ്കിലും പിഴവുണ്ടായിക്കഴിഞ്ഞാലും ഈ ഒരു 200 പേർക്ക് സുരക്ഷിത ലെവൽ ആൻറ്റിബോഡി ഉണ്ടാവില്ല. രണ്ടാമത്തെ കാര്യം, ഈ കഴിഞ്ഞ 4 വർഷത്തിൽ ഇടയിൽ 2 ലക്ഷത്തിൽ മേലെയാണ് പേവിഷബാധ ഉണ്ടായിട്ടുള്ളത്. ഈ കഴിഞ്ഞ വർഷം 3.25 ലക്ഷമാണ്. ഈ വർഷം 4 മാസം കൊണ്ട് 1 ലക്ഷത്തിൽ കൂടുതൽ പേവിഷബാധകൾ ഉണ്ടായിക്കഴിഞ്ഞു. അതിൽ ഈ ഒരു വാക്സിൻ ഫെയിലിയർ ആണെങ്കിൽ 25-26 പേരാണോ മരിക്കാൻ സാധ്യതയുള്ളത്? അല്ല. ഒരു പേവിഷബാധയുള്ള ഡോഗ് തന്നെ പലരെയും കടിച്ചിട്ടുണ്ടാവും. അതിൽ ഒരാൾക്കുണ്ടാവുമ്പോൾ ബാക്കി 16 പേരും രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സാധ്യത വളരെ വളരെ കുറവാണ്. രണ്ടാമത്തെ കാര്യം, ഈ വാക്സിൻ ടെമ്പറേച്ചർ സെൻസിറ്റിവ് അത്രയൊന്നും ഇല്ല. 2 to 8 ഡിഗ്രി സെൻറ്റിഗ്രേഡിലാണ് ഇത് കീപ്പ് ചെയ്യേണ്ടത്. എങ്കിലും ഇത് ഏതാണ്ട് 30 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ വരെ എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ പോലും അതിൻ്റെ സുരക്ഷിതത്വം നിലനിർത്തും എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. നമ്മളിപ്പം വരുന്ന വാക്സിനുകളിൽ വാക്സിൻ വയൽ മോണിറ്റർ അതിൻ്റെ അടിയിലുണ്ട്. അതിൽ 30 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെയും അതിൽ എക്സൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഫലപ്രാപ്തി നഷ്ടപ്പെടുന്നത് എന്നുള്ള രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു കാരണം അല്ല ഈ വാക്സിൻ ഫെയിലിയർ.